Hi everyone. Accenta ഓൺലൈൻ ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെയാണ് നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡൊക്കെ കാണാത്തവർ ഡെഫിനറ്റ് ആയിട്ടും കാണണം. ഇതൊരു കോഴ്സായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് എന്തായിരുന്നു? കുട്ടി ഇംഗ്ലീഷ് അല്ലേ? അതായത് ചെറിയ ചെറിയ സെൻറ്റൻസസിലൂടെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്നതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പഠിച്ച കാര്യങ്ങൾ എഴുതി വെക്കണം, റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ കോഴ്സ് ചെയ്യുന്നതിൻ്റെ ഒരു ഉപകാരം ഉണ്ടാകത്തുള്ളൂ. എനിക്കറിയാം ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, പക്ഷേ ആ ഒരു താല്പര്യം നമുക്ക് റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കണം അല്ലേ? കാരണം നമ്മളൊരു ടൈം ഇടുന്നുണ്ട്, ഇഫേർട്ട് ഇടുന്നുണ്ട്, ശരിയല്ലേ? ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റായിട്ടും നമ്മൾ സഹായിക്കണം. ഇതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ കോണ്ടന്റ് എന്താണെന്ന് അറിയാമോ? സിമ്പിളാണ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടു കാണും. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ല. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാനിതെല്ലാം നമുക്കൊരു ചെറിയ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സിറ്റുവേഷൻ മാത്രം ഒന്ന് പിക്ക് ചെയ്തിട്ട് അത് നമ്മൾ സെഷനിലൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ? അപ്പോൾ അതിൻ്റെ പല പോസിബിലിറ്റിയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. അപ്പോൾ നമുക്ക് രാവിലെ നമ്മൾ എണീക്കുന്നതിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. ഇവിടെ രണ്ട് യൂസേജാണ് നമുക്കുള്ളത് കേട്ടോ, നിങ്ങൾക്കറിയാവുന്നത്. ഒന്ന് വെയ്ക്ക് അപ്പ്, രണ്ട് ഗെറ്റ് അപ്പ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നറിയാമോ? സിമ്പിളാണ്. വെയ്ക്കപ്പ് എന്ന് വെച്ചാൽ ഉറക്കം എണീക്കുക, ഗെറ്റപ്പ് എന്ന് വെച്ചാൽ കട്ടിലിൽ നിന്ന് എണീക്കുക. അപ്പോൾ നമ്മൾ ഐഡിയലി ഞാൻ ഉറക്കം എണീക്കുന്നത് ഇത്ര മണിക്കാണ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമുക്കത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്കാണ് എണീക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക്. എങ്ങനെ പറയും? ഐ വേക്ക് അപ്പ് അറ്റ് 5 o'clock in the morning. ഐ വേക്ക് അപ്പ് അറ്റ് 5 o'clock in the morning. നോക്കിയേ, നമ്മൾ സംസാരിക്കുമ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ നോക്കാം. അതായത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും 5 മണിക്കാണ് എണീക്കാറുള്ളത് എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ റെഗുലറായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ 2-3 വാക്കുകളും കൂടെ ഞാൻ ഇതിനൊപ്പം നിങ്ങളുടെ മുന്നിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. ഓൾവേസ്, യൂഷ്വലി, ഓഫൺ. ഈ 3 വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. കാരണം ഞാൻ മിക്കപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ, ഓൾവേസ് എല്ലായ്പ്പോഴും, യൂഷ്വലി സാധാരണ രീതിയിൽ, ഓഫൺ മിക്കപ്പോഴും കേട്ടോ. മിക്കപ്പോഴും സാധാരണഗതിയിൽ എന്നൊക്കെ നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ നിങ്ങൾ മനസ്സിലൊന്ന് വെക്കുക. നമുക്ക് തിരിച്ചു വരാൻ സെൻറ്റൻസിലേക്ക്. ഐ വേക്ക് അപ്പ് അറ്റ് 5 o'clock every day. ഐ വേക്ക് അപ്പ് അറ്റ് 5 o'clock എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. ഇവിടെ ഞാൻ എവറി ഡേ എന്നൊന്ന് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടി. ഐ വേക്ക് അപ്പ് അറ്റ് 5 o'clock every day. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ അടുത്തൊരു സിറ്റുവേഷനിലേക്ക് പോവാണ്. അതിനു മുമ്പ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചെറിയൊരു റൂള്, എസിൻ്റെയും ഇ എസിൻ്റെയും റൂള് എന്ന് നമുക്ക് പറയാം. ഒന്ന് ശ്രദ്ധിച്ച്, എസിൻ്റെയും ഇ എസിൻ്റെയും റൂള്. ഇതെന്തെന്നറിയാവോ? നമുക്ക് ആദ്യം തന്നെ പേഴ്സണൽ പ്രൊനൗണിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? എത്ര പേഴ്സണൽ പ്രൊനൗൺ ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ അല്ലേ? സംസാരിക്കുന്ന ആൾ, ആരോട് സംസാരിക്കുന്നു അവർ, ആരെക്കുറിച്ച് സംസാരിക്കുന്നു അവർ, ഇതൊക്കെയാണ് നമ്മൾ പേഴ്സണൽ പ്രൊനൗൺസിൽ വരുന്നത്. ഐ ഉണ്ട്, ഞാൻ, വി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ, യു നീ അല്ലെങ്കിൽ നിങ്ങൾ, ഹി ഷീ ഇറ്റ് അവൻ അവൾ അത്, ദേ അവർ, ഇതൊക്കെയാണ് നമുക്ക് വരുന്ന പേഴ്സണൽ പ്രൊനൗൺസ്. അപ്പോൾ ഇതിനെ ഞാൻ വേറൊരു രീതിയിലൊന്ന് അലോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ? 2 കാറ്റഗറി ആയിട്ട് ഞാൻ ഇടുന്നു. ഐ, യു, വി, ദേ ഒന്നാമത്തെ കാറ്റഗറി, ഹി ഷീ ഇറ്റ് രണ്ടാമത്തെ കാറ്റഗറി. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. 2 ഗ്രൂപ്പായിട്ട് കിടക്കുന്നു. അപ്പം ഐ, യു, വി, ദേ എന്ന് പറഞ്ഞ കാറ്റഗറി, അതിൻ്റെ ഒപ്പം നമ്മൾ എസ്ഒ ഇ എസ്ഒ ആഡ് ചെയ്യുന്നില്ല. എന്നാൽ ഹി ഷീ ഇറ്റ് ഇതിൻ്റെ ഒപ്പം നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യുന്നുണ്ട്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇത് പറഞ്ഞു തരുമ്പം അല്ലെങ്കിൽ ഇതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ എക്സാമ്പിളിലേക്ക് തിരിച്ചു പോകുന്നു. ഐ വേക്ക് അപ്പ് അറ്റ് 5 o'clock every day. എന്നാൽ നമ്മൾ രണ്ടാമത്തെ വാക്കിലേക്ക് പോവാം. യു, നീ. നീ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എണീക്കുന്നുണ്ട്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? യു വേക്ക് അപ്പ് അറ്റ് 5 o'clock every day. യു വേക്ക് അപ്പ് അറ്റ് 5 o'clock every day. നീ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എണീക്കുന്നു. എന്നാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എണീക്കുന്നു. വി വേക്ക് അപ്പ് അറ്റ് 5 o'clock every day. വി
wake up at 5 o'clock every day. നമ്മൾ അല്ലെങ്കിൽ ഞങ്ങളും ഉണ്ട് കേട്ടോ. നമ്മളെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഉൾപ്പെട്ട ഒരു സാധനം. ഞങ്ങളെന്ന് വെച്ചാൽ കുറേ പേര് കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്നു ഞങ്ങൾ ഇത്ര പേര്. ക്ലിയർ ആണല്ലോ? നമ്മളെന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ട് ഒരു ഗ്രൂപ്പിൽ, ഞങ്ങളെന്ന് വെച്ചാൽ കുറച്ച് പേര് മാത്രം. ഓക്കെ, ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എണീക്കുന്നു. We wake up at 5 o'clock every day. അതിനുശേഷം ലാസ്റ്റത്തെ എന്താണ്? They. കേട്ടോ, ഒരു സൈഡിൽ വരുന്നതാണ്. They wake up at 5 o'clock every day. അപ്പോൾ I, you, we, they. ഇതിനൊരു പ്രത്യേകത എന്താണെന്നറിയാവോ? ഇതിനെ നമ്മൾ വിളിക്കുന്നത് പ്ലൂറൽ എന്നാണ്. എന്ത്? പ്ലൂറൽ. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉള്ളപ്പോഴാണ് നമ്മളിതിനെ പ്ലൂറൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നാം, ഐ എന്ന് വെച്ചാൽ ഒരാളല്ലേ ഉള്ളൂ. യെസ്, ഐ എപ്പോഴും ഒരു സ്പെഷ്യൽ കേസാണ്. ഐ എന്ന് വെച്ച് സംസാരിക്കുന്ന ആൾക്ക് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ എപ്പോഴും ഈ പ്ലൂറലിൻ്റെ കാറ്റഗറിയിലാണ് പെടുത്തുന്നത് കേട്ടോ. നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. റൂൾസൊക്കെ നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ പ്ലൂറലിൻ്റെ റൂളാണ് നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യുന്നത്, ഐ എന്നുള്ള വാക്കിൻ്റെ ഒപ്പം. പിന്നെ യു എന്ന് വെച്ചാൽ നീ അല്ലെങ്കിൽ നിങ്ങളാവാം, ഒന്നിൽ കൂടുതലോ ആവാം. അതെപ്പോഴും നമ്മൾ പ്ലൂറലായിട്ടാണ് കണക്കാക്കുന്നത്. വി എന്ന് വെച്ചാൽ നമ്മൾ, അതെപ്പോഴും പ്ലൂറലാണ്. ദേ എന്ന് വെച്ചാൽ അതും പ്ലൂറലാണ്. മനസ്സിലാക്കിക്കോ, പ്ലൂറലിൻ്റെ ഒപ്പം നമ്മൾ എസോ ഇഎസോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. പ്ലൂറൽ എന്ന് വെച്ചാൽ കുറേ ആളുകളുടെ കൂട്ടം. ഐ wake up, you wake up, we wake up and they wake up. അത് ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത സൈഡിലേക്ക് പോവാം. അവിടെ നമുക്ക് എന്തൊക്കെയാണുള്ളത്? ഹി, ഷീ, ഇറ്റ്, 3 വാക്കുകളെ. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് സിംഗുലർ. എന്താണ്? സിംഗുലർ. ഇംഗ്ലീഷിൽ ഇത് നമ്മൾ വിളിക്കുന്നതാണ് നമ്പേഴ്സ് എന്ന് പറയും. സിംഗുലർ ആൻഡ് പ്ലൂറൽ. സിംഗുലർ എന്ന് വെച്ചാൽ എന്താ? ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരാൾ വരുമ്പോഴാണ് നമുക്ക് എസും ഇഎസ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മുമ്പത്തെ എക്സാമ്പിൾ ഒന്നുകൂടെ നോക്കാം. ഹി വേക്കപ്പ് ആണോ? അല്ല, അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഹി വേക്സ് അപ്പ്. കണ്ടോ, ഒരു എസ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഹി വേക്സ് അപ്പ് അറ്റ് 5 o'clock every day. ഷീ വേക്സ് അപ്പ് അറ്റ് 5 o'clock every day. അവൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എണീക്കുന്നു. അവൾ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എണീക്കുന്നു. ഇറ്റ് വേക്സ് അപ്പ് അറ്റ് 5 o'clock every day. ഇതെന്ന് വെച്ചാൽ ഒരു ജീവിയാവാം, അല്ലെങ്കിൽ ഒരു ജീവനില്ലാത്തൊരു സാധനമാവാം. ഇറ്റ് വെയ്ക്ക് എന്ന് വെച്ചാൽ ജീവനുള്ള കാര്യങ്ങൾ എണീക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ജീവനുള്ളതിൻ്റെ കാര്യം എക്സാമ്പിൾ പറഞ്ഞത്. ജീവനില്ലാത്തതാവാം, അല്ലെങ്കിൽ നമുക്ക് ജെൻഡർ ഷുവർ അല്ല, ആണാണോ പെണ്ണാണോ എന്ന് ജെൻഡർ ഷുവർ അല്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാനാണ്. നോർമലി അങ്ങനെ വരാറില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇറ്റ്, അത് എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പം ഇറ്റ് വേക്സ് അപ്പ് അറ്റ് 5 o'clock every day. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം മനസ്സിലായി. നമ്മളെല്ലാ പേഴ്സണൽ പ്രൊനൗണിൻ്റെ കൂടെ ഉപയോഗിച്ചു. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. ഐ മേക്ക് മൈ ബെഡ്. ഇംഗ്ലീഷ് നല്ലൊരു യൂസേജ് ആണ് കേട്ടോ. കട്ടിലൊക്കെ ഒന്ന് വിരിച്ചിടുക, പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കുക. ഇതിനൊറ്റ ഒരു സെൻറ്റൻസിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ എങ്ങനെയാണ്? ഐ മേക്ക് മൈ ബെഡ്. ഐ അറേഞ്ച് മൈ ബെഡ് എന്നൊന്നുമല്ല, കുറച്ചുകൂടി സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ് ഐ മേക്ക് മൈ ബെഡ്. ഐ മേക്ക് മൈ ബെഡ്. ഓക്കെ, ഒന്നാമത്തെ പേഴ്സണൽ പ്രൊനൗണാണ് ഐ. ഞാൻ എൻ്റെ ബെഡ് ഒതുക്കി വെക്കുന്നു. എന്നാൽ അടുത്തത് എന്താണ് വരുന്നത്? യു മേക്ക് യുവർ ബെഡ്. യു മേക്ക് യുവർ ബെഡ്. നീ നിന്റെ ബെഡ് ഒതുക്കി വെക്കുന്നു. യു മേക്ക് യുവർ ബെഡ്. കണ്ടോ, മേക്കും തന്നെയാണ്, എസ് ഒന്നും വരുന്നില്ല. അടുത്ത എന്താണ്? മൂന്നാമത്തെ വി മേക്ക് അവർ ബെഡ്. വി മേക്ക് അവർ ബെഡ്. അല്ല, നിങ്ങൾ ഭാര്യ ഭർത്താവാം, അല്ലെങ്കിൽ സഹോദരങ്ങളാവാം. ഞങ്ങളുടെ ബെഡ് ഒതുക്കി വെക്കുന്നു. ഞങ്ങളുടെ ബെഡ് ഒന്ന് മടക്കി വെക്കുന്നു. മടക്കി വെക്കുക എന്ന് വെച്ചാൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ട് പുതപ്പൊക്കെ മടക്കി വെക്കുന്നതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വി മേക്ക് അവർ ബെഡ്. അടുത്തതോ? ദേ മേക്ക്. ആരുടെ ബെഡാ? ദേ മേക്ക് ദെയർ ബെഡ്. കണ്ടോ, അവരുടെ ബെഡ് മടക്കി വെക്കുന്നു. ദേ മേക്ക് ദെയർ ബെഡ്. നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പം കണക്ഷനുള്ള വാക്കുകൾ നിങ്ങൾക്ക് തന്നെ ഇടാൻ പറ്റുമെങ്കിൽ ഇട്ടോളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെറിയൊരു പോസൊക്കെ തരുന്നത്, നിങ്ങൾക്ക് തന്നെ ഒന്ന് ഇടാൻ പ്രാക്ടീസ് ചെയ്യാം. അപ്പം 4 നമ്മൾ കണ്ടു. ഇനി ഈ സൈഡിലുള്ള 3 നമുക്ക് കണ്ടു നോക്കാം. ഹി, ഷീ, ഇറ്റ്, അല്ലേ? അപ്പം ഹി പറഞ്ഞു മേക്സ് ഹിസ് ബെഡ്. ഹി മേക്സ് ഹിസ് ബെഡ്. ഷീ മേക്സ് ഹെർ ബെഡ്. അവളുടെ ബെഡ് ഒതുക്കുന്നു. കണ്ട, അവളുടെ ബെഡ് ഒരുക്കുന്നു. ഷീ മേക്സ് ഹെർ ബെഡ്. ഹി ആണെങ്കിൽ ഹിസ് ആണ്, ഷീ ആണെങ്കിൽ ഹെർ ആണ്. ഇറ്റ് മേക്സ് ഇറ്റ്സ് ബെഡ്. ഈ 3 ഒപ്പം എസ് വരുന്നുണ്ട്. കാരണം എന്താ? ഒന്ന് പറഞ്ഞു, എന്താ കാരണം? അത് സിംഗുലർ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഹി മേക്സ് ഹിസ് ബെഡ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞു. മൂന്നാമത്തെ സിറ്റുവേഷനിലേക്ക് പോയാലോ? I go for a walk. I go for a walk.
ഞാൻ ഒന്ന് നടക്കാൻ വേണ്ടി പോകുന്നു അല്ലേ. നടക്കുക എന്നുള്ള നല്ല ശീലമാണ് പലർക്കും ഉണ്ട്. ഐ ഗോ ഫോർ എ വാക്ക്. നെക്സ്റ്റ് വൺ, വി ഗോ ഫോർ എ വാക്ക്. നെക്സ്റ്റ് വൺ, യു ഗോ ഫോർ എ വാക്ക് ആൻഡ് ദേ ഗോ ഫോർ എ വാക്ക്. കണ്ടോ, ഞാൻ, നമ്മൾ, രണ്ടെണ്ണം കണ്ടല്ലോ. ഇനി എന്താണ്? നീ, നിങ്ങൾ, അടുത്തെന്താണ്? അവർ, അവരൊക്കെ നടക്കാനായിട്ട് പോകുന്നു. ഈ സൈഡിലേക്ക് നമുക്ക് വരാം. ഹി, ഷീ, ഇറ്റ്. ഹി പറഞ്ഞ് ഗോസ്. കണ്ട, ഇവിടെയാണ് നമുക്ക് എസ് വന്നത്. മുമ്പെയൊക്കെ നമുക്ക് എസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് എസ് വന്നു. ഹി ഗോസ് ഫോർ എ വാക്ക്. ഷീ ഗോസ് ഫോർ എ വാക്ക്. ഇറ്റ് ഗോസ് ഫോർ എ വാക്ക്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ട് എക്സാമ്പിളിൽ വെറും എസ് മാത്രമാണ് ഇവിടെ ആഡ് ചെയ്തിരുന്നതെങ്കിൽ ഈ എക്സാമ്പിളിൽ നമുക്ക് ഇ എസ് വന്നു. ഹി ഗോസ് ഫോർ എ വാക്ക്, ഷീ ഗോസ് ഫോർ എ വാക്ക്, ഇറ്റ് ഗോസ് ഫോർ എ വാക്ക്. വീണ്ടും വീണ്ടും മലയാളം പറയേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ ഇടാം. നമ്മൾ പരമാവധി അതിനൊക്കെ ആൻസേഴ്സ് തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ 3 സിറ്റുവേഷൻസ് കണ്ടു അല്ലേ. നെക്സ്റ്റ് വൺ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഭക്ഷണം കഴിക്കുക അല്ലേ. ശ്രദ്ധിച്ചോണേ, ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മൾ കേൾക്കുമ്പം പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു പ്രൊനൗൺസിയേഷൻ ഇതാണ്, ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് അതൊന്ന് പറഞ്ഞു പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ ഐ ടേക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ ഐ ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. 3 പറഞ്ഞു കേട്ടോ. ഇതിൽ ഏതാണ് ശരി? ഒന്നുകൂടെ പറയാം. ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, ടേക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ്. നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ഒക്കെ യൂസിൽ ഞാനിപ്പോൾ പറഞ്ഞതിൽ 2 അവർ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത്. ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഓർ ഐ ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളൊക്കെ നോർമലി ടേക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ടെങ്കിലും നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് അതധികം ഉപയോഗിച്ച് കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ 2 പഠിച്ചു വെക്കുന്നതായിരിക്കും ബുദ്ധി എന്ന് തോന്നുന്നു. ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. കാരണം നമ്മൾ പറഞ്ഞു ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഗുലറായിട്ട് കഴിക്കുന്നു. ഒരു സമയം നമുക്ക് പറയാം കേട്ടോ, ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 o'clock, അല്ലെങ്കിൽ ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 o'clock. എന്തും, അതായത് ഞാൻ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഒരു ശീലങ്ങളാണ് കേട്ടോ, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോകുന്ന ഹാബിച്വൽ ആക്ഷൻസ് ആണ് ഇതിലൊക്കെ വരുന്നത്, നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും പറയാറുണ്ട് ഇത് സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞ ടെൻസ് ആണെന്ന്. ടെൻസ് ഒന്നും കേട്ടാലും പേടിക്കേണ്ട, ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സൊക്കെ നമ്മൾ പിന്നീട് എടുക്കും. സിമ്പിൾ പ്രസൻറ്റിലുള്ള ഒരു ഭാഗം മാത്രമാണ് ഈ ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയുന്നത്. അതിൽ മറ്റ് പല കാര്യങ്ങളും ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇന്ന് നമുക്ക് ഗ്രാമറിനെ കുറിച്ച് ഒന്നും ടെൻഷൻ അടിക്കേണ്ട. ജസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ പറയാമെന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നാളെ ഒരു ആവശ്യം വന്നാൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. തിരിച്ചു പോകുന്നു. ഐ ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ്. അടുത്തത് എന്താ? വി ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ്. വി ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ്. ആൻഡ് ദെൻ അടുത്തത് എന്താണ്? യു ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ്. യു ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ്. നെക്സ്റ്റ് വൺ, they have the breakfast. They have the breakfast. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അപ്പം നമുക്ക് ഈ സൈഡിലേക്ക് പോവാം. He has his breakfast. He has his breakfast. She has her breakfast. It has its breakfast. It has its breakfast. ഇതേ സാധനം നമുക്ക് ഈറ്റിൻ്റെ ഒപ്പം നമുക്ക് ഉപയോഗിച്ച് പോകാം കേട്ടോ. ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ഒന്നാമത്തേത്, I eat my breakfast. We eat our breakfast. You eat your breakfast. They eat their breakfast. He eats his breakfast. She eats her breakfast. And it eats its breakfast. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ എണീറ്റു, കട്ടിലൊക്കെ ഒതുക്കി വെച്ചു, വാക്കിങ്ങിന് പോയി അല്ലേ, അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി നമ്മൾ അടുത്ത സിറ്റുവേഷനിലേക്ക് പോവാണ്. I go to my office at 8:30. I go to my office. I go to my office. സിമ്പിൾ ആണ്. We go to our office അല്ലേ, ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിലേക്ക് പോകുന്നു. ആദ്യത്തെ എന്താണ്? ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകുന്നു. at 8:30 എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 8:30 പോകുന്നു, 8:30 അല്ലേ. We go to our office. You go to your office. And they go to their office. അവരുടെ ഓഫീസിലേക്ക് പോകുന്നു. ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ he, ശ്രദ്ധിച്ചോ, yes, he goes to his office. Goes. She goes to her office. She goes to her office. And it goes to its office.
പലപ്പോഴും ഈ ഇറ്റിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ യൂസ്, അതായത് നമ്മൾ ഇറ്റ് ഗോസ് ടു ഇറ്റ്സ് ഓഫീസ് എന്നൊന്നും സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല. നിങ്ങൾ സ്ട്രക്ചർ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാനത് ഉപയോഗിച്ചാണ് കേട്ടോ. കാരണം ജെൻഡർ അറിയാണ്ട് നമ്മൾ അങ്ങനെ സംസാരിക്കാറില്ല. ടെക്നിക്കലി കറക്റ്റാണ്, ഗ്രമാറ്റിക്കലി കറക്റ്റാണ്, പക്ഷേ ഒരു നോർമൽ കോണ്ടെക്സ്റ്റിൽ ഇതിൻ്റെ ഒന്നും ഉപയോഗം നമുക്ക് വരാറില്ല. അപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് പോയി. ഇനി നമുക്ക് ലഞ്ചിൻ്റെ സമയം നമുക്ക് പറയാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ് ലഞ്ച്. ഐ ടേക്ക് മൈ ലഞ്ച് എന്ന് പറയാവോ? ഇല്ല, അതാണ് കോമൺ മിസ്റ്റേക്കാണ്, പറയാൻ പാടില്ല. ഐ ടേക്ക് മൈ ലഞ്ച് അല്ല, പകരം എന്താണ്? have my lunch or I eat my lunch. I eat my lunch at 1:30. I eat my lunch at 1:30. We eat our lunch at 1:30. We eat our lunch at 1:30. You eat your lunch at 1:30. You eat your lunch at 1:30. They eat their lunch at 1:30. They eat their lunch at 1:30. He eats his lunch at 1:30. She eats her lunch at 1:30. And it eats its lunch at 1:30. മനസ്സിലായല്ലോ? ലഞ്ച് കഴിക്കുന്നു. സിമ്പിളാണ്. ഞാൻ ഈ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് ഇത് ഡെഫിനറ്റായിട്ട് ഉപയോഗിച്ച് തുടങ്ങാം. നീ എപ്പോഴാണ് നിൻ്റെ ലഞ്ച് കഴിക്കാറുള്ളത്? നമുക്ക് പറയല്ലേ, ഐ യൂഷ്വലി ടേക്ക് മൈ ലഞ്ച് അറ്റ് 1:30. നമ്മൾ മുമ്പ് 2-3 വാക്കുകൾ പറഞ്ഞല്ലോ, യൂഷ്വലി, ഓഫൺ, അല്ലേ? ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഉപയോഗിക്കാവുന്ന വാക്കുകളാണ് കേട്ടോ. സാധാരണഗതിയിൽ, നിരന്തരമായി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന വാക്കുകളാണ് അവിടെ നമുക്കുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് സിറ്റുവേഷനിലേക്ക് പോകാം കേട്ടോ. നമ്മൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് കുറേ കാര്യങ്ങളുണ്ട്, ഇതൊന്നും നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ കുളിക്കുന്ന കാര്യങ്ങളുണ്ട്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഇതൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം അത്യാവശ്യമുള്ള സ്ട്രക്ചേഴ്സ് ഒന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ കാര്യം, ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഐ ഗോ ടു ബെഡ് അറ്റ് 11 o'clock. ഐ ഗോ ടു ബെഡ് അറ്റ് 11 o'clock. ഞാൻ 11 മണിക്ക് ഉറങ്ങാൻ പോകുന്നു. വി ഗോ ടു ബെഡ് അറ്റ് 11 o'clock. ഞങ്ങൾ 11 മണിക്ക് ഉറങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ 11 മണിക്ക് ഉറങ്ങാൻ പോകുന്നു. And the next one, you go to bed at 11 o'clock. You go to bed at 11 o'clock. നീ 11 മണിക്ക് ഉറങ്ങാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഗോ ടു ബെഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാം 11 മണി എന്ന് വെച്ചാൽ രാത്രിയാണെന്ന്. അതുകൊണ്ട് 11 PM എന്ന് പറയേണ്ട ആവശ്യമില്ല ശരിക്ക്, കാരണം ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. And they go to bed at 11 o'clock. They go to bed at 11 o'clock. He goes to bed at 11 o'clock. She goes to bed at 11 o'clock. And it goes to bed at 11 o'clock. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ നമ്മൾ പഠിച്ചു. അത് നിങ്ങൾ ഇന്ന് തൊട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. നിങ്ങൾ ഓഫീസിലോ കൂട്ടുകാരുടെ ഒപ്പമൊക്കെ എവിടെയൊക്കെ അവസരങ്ങളുണ്ടോ അവിടെയൊക്കെ നിങ്ങളത് ഉപയോഗിച്ച് തുടങ്ങുക. അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ ഇത് നമ്മുടെ ഒപ്പം നിൽക്കൂ, അല്ലേ? ഈ ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ മറന്നു പോകും. വീണ്ടും 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 നമ്മൾ പഠിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു കമ്മ്യൂണിക്കേറ്ററായിട്ട് മാറാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ റെഗുലറായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക. ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. Until then, you take care. Wish you all a wonderful day. Thank you.